ഈ ഒരു പഴയ തറവാട്ടിലേ ഒരു ഭിക്ഷക്കാരൻ വന്നു. ഭിക്ഷക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ ഭിക്ഷക്കാരൻ്റെ മകൻ, ഈ വീട്ടിലിരിക്കുന്ന ആളുടെ മകൻ ഇറയത്തിരിക്കുന്നുണ്ട്. അതെന്ന് ചോദിച്ചാൽ എന്താ വന്നതെന്ന്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷയമായിരുന്നു പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം ഈ വിഷയം തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ നിന്ന് കാർന്നൂർ ഇറങ്ങി വന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കാർന്നൂർ പറയും എവിടെയൊന്നുമില്ല, പൊയ്ക്കോന്ന്. ഇതുപോലെയാണ് ഇപ്പം ഇന്നലെ നടന്നത്. ആദ്യം NHM ഡയറക്ടർ വരെ വിളിച്ചു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു, ഈ എന്തെങ്കിലും പറയാനുണ്ടോ, എല്ലാം കേട്ടു, ഇവിടെയൊന്നുമില്ല, ഞങ്ങളുടെ ഈ പൈസയൊന്നുമില്ല, കാരണം ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഞങ്ങൾ നടക്കുന്നത്. തിരിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി വിളിച്ചു ഇങ്ങോട്ട് വാ. എന്നിട്ട് പറഞ്ഞു ഇവിടെയൊന്നുമില്ല, ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണ് സാറേ. അവരാകെ ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? ഓർഡിനറി ആണ്. 7000 രൂപയാണത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കൂട്ടി കൊടുക്കണമെന്ന് പറയും. നമുക്ക് സാമാന്യ രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? ഈ 350, 399 രൂപ, 400 രൂപ എന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 30 ദിവസം പണിയെടുത്താൽ 12,000 രൂപ അതാണല്ലോ കിട്ടുക മാക്സിമം പോയാൽ. അത് പോരാ എന്നുള്ളതാണല്ലോ അവരുടെ ആവശ്യം. അത് പോരാ, ഞങ്ങൾക്ക് 12,000 ആയാലും പോരാ, ഞങ്ങൾക്ക് അതിനേക്കാളും കുറച്ചും കൂടെ പണം കൂടുതൽ വേണം. കേരളത്തിലെ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് അത്രയും പണമെങ്കിലല്ല ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. 450 ആൾക്കാർ അവിടെ സമരം ഇരിക്കുന്നു.